എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സിക്കിം മേഘാലയ യാത്രയിലെ നമ്മൾ മേഘാലയൊക്കെ കണ്ടിട്ട് തിരിച്ച് വെസ്റ്റ് ബംഗാളിലാണ്. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ നക്സൽബാരി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നേപ്പാൾ കാണാൻ പോവാണ്. ആയിരത്തി 1967 ചരിത്രപ്രസിദ്ധമായ കർഷക സമരം നടന്ന സ്ഥലമാണ് ഈ നക്സൽബാരി. ഇടതുപക്ഷ നക്സൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട സ്ഥലം കൂടിയാണിത്. അതുകൊണ്ടാണ് ഈ നക്സൽബാരി എന്നുള്ള പേര് വന്നത് തന്നെ. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം. പാനിട്ടാക്കി. അപ്പോൾ ഈ ബംഗാളിലെ പാനിട്ടാക്കി വഴിയാണ് നമ്മൾ നേപ്പാളിലേക്ക് കയറുന്നത്. ये जो गार्डल वगैरह था, ये गार्डल वगैरह अभी कैसा है, क्या हालत है आप लोग? अभी हम लोग ये इलेक्शन का रिजल्ट का पहले उधर गए तो अभी आ रहे. ये बहुत था रोड में पूरा. और हम लोग कभी भी चलने में बहुत ड्राइविंग में बोलता था ये बहुत है बोल के. एक छोटा जंक्शन रहा तो वो ऐसे रहेगा था. लेकिन उधर दूसरा रोड है ना, पॉकेट रोड में नहीं रखता है, हाईवे में रखते हैं. हाँ हाँ, अभी तो बहुत कम गया है. हाँ हाँ, ये नहीं, बाकी आने तो मालूम पड़ेगा. देखा नहीं, हम इधर ही है. सुविधा कितना मिल रहा है आप लोगों को? ये नहीं तो अच्छा है. वो हाईवे में ये नहीं होना चाहिए. वो अपना ये है ना, अपना स्पीड ब्रेकर वो भी बहुत है. ये तो एक्सीडेंट होता है इसमें. हाँ हाँ हाँ, हम कभी कभी बोलते थे. आप लोग कहाँ से कहाँ आ रहे हैं? केरला से. अभी जाएंगे अभी कहाँ? तो मेघालय से आ रहे हैं. अच्छा, अभी जाएंगे इधर थोड़ा नेपाल घूम के. नेपाल को. अब हाँ 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 हाँ, अब न्यूज़ 18 में. मैं न्यूज़ 18 हाँ हाँ, अभी नया सीएम कैसे है? अभी ठीक ठाक काम चल रहा है. अच्छा चल रहा है. कुछ अच्छा इंस्ट्रक्शन दे रहा हाँ, है. हाँ, जैसे ये हम लोग बैरिकेड का ये न्यूज़ निकाल दिया पूरा. हाँ, ज्यादातर निकाल दिया. हाँ हाँ और हाँ आगे दिनों में पूरा निकाल देगा. हाँ हाँ, ओके ओके. अच्छा है हाँ. सबके लिए. फिर भी क्या है, बंगाल में दूसरा एक कानून है. वो क्या है, ऑल इंडिया परमिट ट्रक के लिए बंगाल का अलग टैक्स भरना हाँ, पड़ता ये है. तो दंडा था. टैक्स ये था, ये पूरा निकाल दिया. ये वो पूरा भी बंद बंद. हाँ पूरा हाँ बंद कर हाँ दिया. हाँ, ओके. ये अच्छा है सबके लिए. नहीं हुआ पूरा पूरी, हाँ. लेकिन हर जगह प्रोसेस आ जाए. हाँ, इंडिया हम लोग पूरा इंडिया घूमते हैं, लेकिन कौन सा भी, अभी कश्मीर में भी पहला दूसरा कानून था, अभी नहीं है. वो पूरा एक ही होगा, लेकिन बंगाल में अलग कानून है. एकदम पूरा अभी चेंज हो गया. अभी पूरा मतलब आदमी के लिए कानून है. हाँ हाँ हाँ, ओके ओके. ठीक है, थैंक यू. ओके, क्या नाम है आपका? मेरा विश्वजीत है. विश्वजीत. ये भी है, हाँ, यहाँ का लोकल है. हाँ, ये भी. ओके. क्या नाम है आपका? രഞ്ജിത്ത്. അപ്പം നമ്മുടെ വണ്ടി കണ്ടോണ്ട് അവർ വന്നാ. അവർ വന്നു വെച്ചാൽ ഇത് പെർമിറ്റ് വണ്ടിയാണ്, ഇതിൽ നേപ്പാളിലേക്ക് പോകാൻ പറ്റിയല്ല, അത് പറയാൻ വേണ്ടി വന്നാ. ന്യൂസ് 18 ആൾക്കാർ എന്നോട് ഒന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലേ പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു. ആ, അപ്പം നമ്മൾ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയ. അപ്പോൾ അവർ വന്ന് ഈ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ ആദ്യം ചോദിച്ച ഇതാ, ഈ ബാരിക്കേഡ് എന്തേരം ഉണ്ടായിരുന്നു ബംഗാളിൽ? ഒരുപാടുണ്ടായിരുന്നു പറഞ്ഞാൽ ഹൈവേയിൽ ഇത് വെച്ചേക്കാം. ആ, ഹൈവേയിൽ ഇത് വെച്ചേക്കാം. എന്നിട്ട് അപ്പോൾ അത് ഒരുപാട് കുറേ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വരെ വന്നിട്ട് നമുക്കത് മനസ്സിലായില്ലോട്ടെ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. അതിനല്ലേ ഇവിടെ ഒരു ടോളൊക്കെ ഇല്ലായിരുന്നു അവിടെ, മറ്റേ ഫുൽബാരി അതിലല്ല നമ്മൾ വന്നത്. അതൊക്കെ നിർത്തിയെന്ന് പറയുന്നുണ്ട്, നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ അതെ, നേരെ പോയാൽ നേപ്പാളിലേക്ക് പോകും. അങ്ങോട്ട് പോയാൽ താഴെ ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോയാൽ ബീഹാറിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ബംഗാളിനും ബീഹാറിനും ഒക്കെ അടുത്ത് ഈ എല്ലാം കൂടെ കൂടുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് നേപ്പാൾ ബോർഡറും ബംഗാൾ ബീഹാർ ബോർഡറും ഒക്കെ ആയിട്ട്. ബീഹാറിലേക്ക് കുറച്ചൊരു ദൂരം ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ, അധികം ദൂരമില്ല. അപ്പോൾ നമ്മൾ AH2 പോയിക്കൊണ്ടിരിക്കുന്നത്, ഏഷ്യൻ ഹൈവേ 2. ഈ AH2 ഒരു ഇന്റർനാഷണൽ റോഡ് കോറിഡോറാണ്. എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിൽ നിന്ന് ഇറാൻ വരെയുള്ളൊരു ഇന്റർനാഷണൽ ഹൈവേ ആണ് ഇത്. ഇവിടെ ഇന്തോനേഷ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് സിംഗപ്പൂർ, മലേഷ്യ, മ്യാൻമാർ വഴി ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ ഇറാൻ, ഇത്രയും രാജ്യങ്ങളിലൂടെ പോകുന്ന ഒരു ഹൈവേ ഇത്. തായ്ലൻഡ് വഴിയാണ്. ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇതുവഴി യാത്ര ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മള് ഓരോ രാജ്യങ്ങളുടെയും വിസ എടുക്കണം. പിന്നെ കുറെ പേപ്പർ വർക്ക് ഉണ്ട് ഇതിന്റെ എല്ലാം. ആ പേപ്പർ വർക്ക് ഫിൽ ചെയ്യണം. ഈസി ആയിട്ട് പോകാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ വഴി നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പാകിസ്ഥാൻ വഴി പോകുന്നത് നടക്കുമെന്ന് അറിയത്തില്ല. നടക്കില്ല. ഇപ്പം നമ്മളിപ്പം ബോർഡറിലേക്ക് അടുത്തു. ഇതെല്ലാം നേപ്പാളിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണ്. കസ്റ്റംസ് ക്ലിയറൻസ്. ക്ലിയറൻസിനായിട്ട് കിടക്കുന്ന ഈ പാലത്തിനക്കരെ നേപ്പാളാണ്. ഇതുണ്ടോ, ദുൽബാരി 9 കിലോമീറ്റർ, സിംഗാലിയ നാഷണൽ പാർക്ക് 92 കിലോമീറ്റർ, കാഠ്മണ്ഡു 459 കിലോമീറ്റർ, പാനിട്ടാക്കി കസ്റ്റംസ്, റാണിഗഞ്ച് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ്. പുത്തൻ ട്രാവലിന് സിക്കിം മേഘാലയ യാത്രയിലെ നേപ്പാളിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുടെ RC വേണം അല്ലേ? ആർസിയുടെ കോപ്പിയും ലൈസൻസിന്റെ കോപ്പിയും ഇവിടെ കൊടുക്കണം. അപ്പം കോപ്പി എടുത്തോണ്ട് വന്നാ. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഒതുക്കിയിടാം വണ്ടി. ഈ കിടക്കുന്ന വണ്ടിയെല്ലാം നേപ്പാളിലേക്ക് പോകാനുള്ള കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി കിടക്കുന്ന. ഈ കസ്റ്റംസ് എന്താ? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഭവമല്ലേ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പം നമ്മൾ നേപ്പാളിലേക്കാണ് പോകുന്നത്.
അപ്പോൾ അവിടുന്ന് ഈ ചരക്കുകളൊക്കെ കൊണ്ടുപോകുമ്പം അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റി, അതാണ് കസ്റ്റംസ്. ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പൈസ കൊടുത്തിട്ട് കയറി പോവാ? ആ, പൈസ കൊടുക്കുന്നത് ഓരോ ലോഡിനും ഓരോ സാധനത്തിനും അതിനൊക്കെ ഒരു ഇതുണ്ട്. ഓ, അപ്പോൾ അതനുസരിച്ച് പൈസ അടയ്ക്കുക. പിന്നെ ചെക്ക് ചെയ്യും ഈ വരുന്ന സാധനം ബില്ല് പറയുന്ന സാധനമാണോ ഈ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയപ്പോഴും ചെക്ക് ചെയ്തായിരുന്നു? പിന്നെ ഞങ്ങൾ ലോഡ് മൊത്തം അഴിച്ചു കാണിച്ചു അവിടെ. അവിടെ 3 ദിവസമാണ് കിടന്നത്. ആ, ഇവിടെയോ? ഇവിടെ അല്ല, അവിടെ UP-ൽ. ഇവിടെ ഗ്രൗണ്ട് ഒന്നും ഇല്ലെന്ന് തോന്നല്ലേ? ഇവിടെ ഇതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ വണ്ടികൾ കുറവാണ്, അത്രയും തിരക്കുള്ള ഒരു ബോർഡർ അല്ല. എന്നാലും മെയിൻ ബോർഡർ തന്നെയാണ് കേട്ടോ. ഈ പാനിട്ടാക്കി ടൗണ് എനിക്കൊന്ന് ഈ സ്ഥലപ്പേര് റാണിഗഞ്ച് എന്നാന്ന് തോന്നുന്നു. അതല്ലേ, റാണിഗഞ്ച് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് എന്നല്ലേ വിചാരിക്കുന്നത്. ഞാൻ ഈ NL വണ്ടി കണ്ടോണ്ട് പെട്ടെന്ന് കേരള വണ്ടിയാന്ന് അതല്ല, പുള്ളി നാഗാലാൻഡ് വണ്ടിയാ. പുള്ളി നല്ലപോലെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. അതല്ലേ? ആ, അല്ല ഈ നോർത്ത് ഈസ്റ്റിലേക്കുള്ളവർക്ക് ഒരുവിധം പെട്ടെന്ന് ഇംഗ്ലീഷ് ഒരുവിധം അറിയാം. ഇംഗ്ലീഷ് അറിയാം. അപ്പം പുള്ളി ഇങ്ങനെ പറയായിരുന്നു ഈ ഹൈവേ കുറിച്ചൊക്കെ, ഏഷ്യൻ ഹൈവേ 2. അപ്പം അങ്ങോട്ട് പോയാൽ നല്ല പോയി സ്ഥലമൊക്കെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ കുറേ നേരം സംസാരിച്ച്. मेरा नाम प्रोशनजीत सनिया. पुष्यन सिंह. प्रोशनजीत PROSNJEET. PROSAN प्रोशनजीत JEET. हाँ JEET जीत. अब नागालैंड का है? नहीं, मैं ये वेस्ट बंगाल का हूँ. हाँ, ओ वाह, ना गाड़ी नागालैंड. गाड़ी मेरा उधर का है. हाँ हाँ. मेरा ओनर सिलीगुड़ी का है. हाँ हाँ हाँ. मैं ऑल इंडिया घूमता हूँ और मैं इधर के दार्जिलिंग डिस्ट्रिक्ट का रहने वाला हूँ, नक्सलबाड़ी. हाँ नक्सलबारीലുള്ള. हाँ, नक्सलबाड़ी में. हाँ. You know the place about our Naxalbari? It is a historic place. हाँ मालूम है मालूम. हाँ नक्सलाइट स्टार्टिंग हम लोग का यहाँ से. हाँ हाँ. स्टार्टिंग यहाँ से हुआ. हाँ हाँ. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു. वो अंडर रोड से आते हैं ना सर, वहाँ पे लेफ्ट हैंड साइड पे है कार्ल मार्क्स, लेनिन. हम लोग का इधर का लोकल में मैडम कानू शेन. കാൾ മാർക്സിന്റെ ലെനിന്റെ ഒക്കെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് അവിടെ. हाँ 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 हाँ. സ്റ്റാലിന്റെ. वो देखा नहीं. अब तिरछे में हम कहीं कह रहे जो यहाँ पे स्टार्टिंग किया मैम, हम लोग का इधर ये कानू सन्याल, जंगली सरदार, इन लोग ने स्टार्ट किया था यहाँ पे गरीब को जमींदार से छुटकारा देने के लिए. बहुत अच्छा. പണ്ട് ഇവിടെ ഈ സമരം നടന്നതെന്ന് വെച്ചാൽ ഈ കൃഷിക്കാർക്ക് അവരുടെ കൃഷി ചെയ്യുന്ന വിളകൾ അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തേ. അപ്പോൾ അന്ന് ഇവിടെ പിന്നെ കർഷകർക്ക് നേരെ പോലീസ് വെടിവെച്ചിട്ട് എന്തോ 9 പേരെങ്ങാണ്ട് മരിച്ചു, 2 കുട്ടികളും ബാക്കി മുതിർന്നവരെങ്ങാണ്ട്. അപ്പോൾ അതിനെതിരെ നടന്ന അന്ന് ഭയങ്കര സമരം ഇവിടെ നടന്നായിരുന്നു. അതാണ് ഈ നക്സൽബാരിയിലെ മെയിൻ ഒരു ഇതാത്. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന വണ്ടികളൊക്കെ അവിടെ കസ്റ്റംസിലെ ചെക്ക് ചെയ്താൽ ഇവിടുന്ന് കാറൊക്കെ, ബാക്കി വണ്ടിയുടെയൊക്കെ പേപ്പർ വർക്കൊക്കെ ഉണ്ട്. അതെ, ലോറികളൊക്കെ ഇങ്ങോട്ട് വരുന്നു. ആ, ലോറികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അത് നേപ്പാൾ വണ്ടിയാണല്ലോ വരുന്നത് അല്ലേ? നേപ്പാൾ വണ്ടികളൊക്കെ ഡീസൽ എടുക്കാൻ വേണ്ടി, നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ വണ്ടിയാണ് ഡീസൽ എടുക്കാൻ വേണ്ടി വരുന്ന ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ നിന്നാണ് ഡീസലൊക്കെ നേപ്പാളിലേക്ക് കൊണ്ടുപോകുന്നത്, ഡീസലും പെട്രോളും. ഡോഗ് സ്ക്വാഡാണെന്ന് തോന്നുന്നല്ലോ. അപ്പോഴേ രാജേഷ് വരുമ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി കഴിക്കാൻ തുടങ്ങാം. ഇന്ന് പോഷകസമ്പന്നമായ സാധനമാണ് ദേ മുതിര പുഴുങ്ങിയത്. മുതിരയാ ഇത് ഉണ്ടോ? മുതിര വരെ കഴിക്കുന്ന സാധനമാണ്. കുതിരയൊക്കെ മനുഷ്യൻ കഴിക്കും. ഇത് മനുഷ്യൻ കഴിക്കും, നല്ല ഗുണമുള്ള സാധനം അല്ലേ? സെർച്ച് ചെയ്ത് നോക്ക്. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ആ, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ തേങ്ങയൊക്കെ ഇട്ടു നമുക്കിനി നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ അതേ മുതിര പുഴുങ്ങിയത് റെഡി. ഇത് നല്ല ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ഫുഡാണ് രാവിലെ. ആ, മുതിര പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പയറിന്റെ ടേസ്റ്റ്. പയർ പുഴുങ്ങിയ അതേ ടേസ്റ്റ്. പയർ പുഴുങ്ങിയതിനെക്കാട്ടി വേറൊരു ഇച്ചിരി വ്യത്യാസമുള്ള ടേസ്റ്റ് അല്ലേ? ഇതാ എനിക്കിഷ്ടം പയറിനെക്കാട്ടി. ചെറുപയറിനെക്കാട്ടി വൻപയർ ഇഷ്ടമാണ്. അപ്പോഴേ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിം, ഇന്ത്യയിലെ സിമ്മൊന്നും അവിടെ ചലിക്കുകയില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കാഠ്മണ്ഡു ട്രിപ്പിന് ഞങ്ങൾ 3 പേർക്ക് ഓരോ സിം എടുത്തായിരുന്നു. ആ സിം നമ്മുടെ കയ്യിലുണ്ട്, എൻസെൽ. അത് 1 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പം ഇനി നെറ്റ് മാത്രം ഒന്ന് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് ഇവിടുന്ന് മാറ്റി ഇട്ടുകൊണ്ട് പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത്യാവശ്യം വിളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോഴേ നമുക്ക് അപ്പുറം പോയി തിരിക്കണം. ഇവിടെ തിരിയല്ല. ഇവിടെ ഈ കാറൊക്കെ ഇതിലേ വന്ന് തിരിയുന്നുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടി തിരിയല്ല. നമുക്ക് അപ്പുറം പോയി തിരിച്ചോണ്ട് വരാം. ഇവിടുന്ന് നമ്മളിനി ആ വഴിയിലേക്ക് കയറിയിട്ടൊന്ന് റിവേഴ്സ് എടുക്കാം. ഒറ്റ വഴിക്ക് ഇവിടെ ഒടിഞ്ഞു പോരുകയല്ല. അതല്ലേ അവരൊന്ന് സൈഡ് പറയുന്നത്. തിരിച്ചോ. ഇതെല്ലാം അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നല്ലോ. വെൽക്കം ടു ഇന്ത്യ, താങ്ക് യു വിസിറ്റ്. ഇത് സാധാരണ ഇവിടെ ഉള്ളൊരു നല്ല കാൽനടയായിട്ട് പോകുന്ന ലൈനായത് കണ്ടോ. വണ്ടിയൊക്കെ അങ്ങോട്ട് കുറേ വരെ പോകുമെന്ന് തോന്നുന്നു. അല്ല ഈ റിക്ഷകളാണ്.
ഇതിപ്പോ നമ്മളെ ബീഹാറിലെ ബീർഗഞ്ചി ചെന്ന പോലെ ആ ബീർഗഞ്ചിലെ പോലെ, പക്ഷെ ബീർഗഞ്ച് ഇങ്ങനെ അല്ല, അല്ല ഇവിടെ നല്ല നീറ്റാ. ഈ ട്രിപ്പിലത്തെ രണ്ടാമത്തെ രാജ്യത്തിലേക്ക് കിടക്കാൻ പോവാ. അതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ. കാരവന്റെ രണ്ടാമത്തെ. അതെ, നമ്മള് പ്ലാനിങ്ങിന് ഇല്ലാഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ വണ്ടിയുടെ RC കോപ്പിയും ഡ്രൈവറുടെ ലൈസൻസിന്റെ കോപ്പിയും ആധാർ കാർഡ് ഒറിജിനലും, പിന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കണം. പോകുന്ന എത്ര പേരുണ്ടോ അവരുടെ പേര് എഴുതി ഇവിടെ എൻട്രി ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ നേപ്പാളിൽ ചെല്ലുമ്പം ഈ കോപ്പിയും കാണിച്ച് വീണ്ടും ഇത് അവിടെ ഒന്ന് വെരിഫൈ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിത് നേപ്പാളിലേക്ക് കയറാൻ തുടങ്ങി. ഇന്ത്യയുടെ കസ്റ്റംസ് ക്ലിയറൻസിന് ഉള്ള ചെക്ക് പോസ്റ്റാണ് ഇത്. അവിടെ കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്കുള്ള നേപ്പാളിൻ്റെ ക്ലിയറൻസിനായിട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വന്ന് ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ കയറാം. ഏഷ്യൻ ഹൈവേ 2 AH2. ഇതൊരു നേപ്പാൾ വണ്ടിയാണ്. ഇന്ത്യയിൽ ലോഡിറക്കി കാലി പോവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ്, അതല്ല ഇന്ത്യയിലേക്ക് വരുന്ന, നേപ്പാളിൽ നിന്ന് വരുന്ന വണ്ടികൾ. നാട്ടിലെവിടെ വീടെന്ന്? ഒറ്റപ്പാലം. രണ്ടുപേരും ഇവിടെ എത്ര നാളായി? പേരെങ്ങനെയായിരുന്നു? ഷജിൽ. സൗമ്യ. മോടെ പേരെന്നാ? മിഴി. ഓ, അടിപൊളി പേരാണല്ലോ ഇത്. ഇവിടെ എല്ലാവരും ഇറങ്ങി ചെല്ലണം. ബാ. അതല്ലാവേ, അത് കൂടുതലും നമ്മളെ കാൽനടയായിട്ട് സഞ്ചരിക്കുന്നവർ പോകുന്ന, അതെല്ലാം വണ്ടി ഇല്ലാത്ത ആൾക്കാർ നേപ്പാളിലേക്ക് കയറാൻ പോകുന്ന ആ വഴിക്കാണ്. ടോട്ടോയിൽ പോകാൻ. ടോട്ടോയിൽ പോയി ഇവിടുന്ന് നടന്നു പോകാൻ തോന്നുന്നു, കുറച്ചിറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ബാഗേജ് എല്ലാം അവിടെ സ്കാൻ ചെയ്യണമായിരുന്നു. അതുപോലെ ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ സ്കാൻ ചെയ്തു, ഇന്ത്യൻ കസ്റ്റംസിൻ്റെ അവിടെ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം നേപ്പാളിലേക്ക് ഉടനെ തന്നെ കയറും. ഈ നദിയെ മേച്ചി റിവർ ആയത്. ഈ നദിയുടെ പകുതി കൊണ്ട് നേപ്പാളും പകുതി കൊണ്ട് ഇന്ത്യയാണ്. വെൽക്കം ടു നേപ്പാൾ. അവിടെ ചെറിയ ബോർഡുണ്ട്. അതെ, നടന്നു പോകുമ്പോൾ ഉള്ള ചെക്ക് ഗേറ്റാണ് ഇത് താഴത്തെ. ഇനി നമ്മൾ നേപ്പാളിലെ ക്ലിയറൻസ് നമ്മുടെ ID ഒക്കെ കാണിച്ച് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ ഒതുക്കി ഇട്ടിട്ട് അപ്പുറം അവിടെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് സംഭവമെല്ലാം എൻട്രി ചെയ്ത് പിന്നെ പാസ് എടുക്കണം. പാസ് എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ അത് നമ്മൾ എത്ര സമയം എടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കാമെന്ന് ഓർത്താൽ വണ്ടി ഇവിടെ ഒതുക്കിയിടാം. മേച്ചി കസ്റ്റംസ് ഓഫീസ്, വണ്ടി അകത്ത് കയറ്റിയിടാം. ഇമിഗ്രേഷൻ ഓഫീസ് കാക്കാർവിട്ട എന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് കയറി. മുത്തിൻ്റെ രണ്ടാമത്തെ നേപ്പാൾ ട്രിപ്പാണ്. അതെ അതെ, എൻ്റെ മൂന്നാമത്തെ. ഒരു ഗുണമുണ്ട്, ഇവിടെ വരെ നമുക്ക് ഇന്ത്യൻ സിം കിട്ടും കേട്ടോ. കിട്ടുമല്ലേ? മേച്ചി കസ്റ്റംസ് ഓഫീസ്. പാസഞ്ചർ ക്ലിയറൻസ് സെക്ഷൻ. അപ്പോൾ നമ്മളിവിടെ വണ്ടിയും കൊണ്ടാണ് വരുന്നെങ്കിൽ വണ്ടിക്കൊരു ഫീസ്, എമിഗ്രേഷൻ്റെ അവിടെ ഒരു ഫീസ് അടയ്ക്കണം. ഒരു 600 രൂപ അടയ്ക്കണം. 600 നേപ്പാളി പൈസ. ഇത് നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങി വരുന്നതിനുള്ള ചാർജ് ചെയ്യും 600. പിന്നെ മുന്നേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മൾ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു കിലോമീറ്റർ ചെല്ലുമ്പം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് സൈഡിലാണ്, നോക്കണം. അവിടെ വണ്ടിക്ക് ഒരു ടാക്സും കൂടെ അടയ്ക്കണം നേപ്പാളിൽ. അത് അടച്ചു കഴിഞ്ഞാൽ പോകാം. പിന്നെ നമുക്ക് നേപ്പാളിൽ കറങ്ങണേലും വണ്ടിക്ക് ഉള്ള പൈസ മാത്രം അടച്ചാൽ മതി. അല്ല ആൾക്കാർ പോകുന്നതിന് ഭൂട്ടാനിലെ പോലെ അങ്ങനെയൊന്നുമില്ല. Mother and motherland are greater than heaven. ദമാക് 49 കിലോമീറ്റർ, ചിസാപ്പാനി 900 കിലോമീറ്റർ. ഇതാണ് നേപ്പാളിലെ നമ്പർ പ്ലേറ്റ് കണ്ടോ, ബ്ലാക്ക് വൈറ്റ്. നമ്മളവിടെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്. ഇതൊക്കെ ഇന്ത്യൻ വണ്ടിയാണ്. നേപ്പാളിൽ നിന്ന് ലോഡുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന പൂർവാഞ്ചൽ പെട്രോളിയം സെൻറ്റർ. ഇവിടെ ആയിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അവിടെ നിന്ന് ചോദിക്കാം. ഇവിടെ അല്ലെന്ന് തോന്നുന്നു അടയ്ക്കേണ്ടത്. അപ്പുറം എങ്ങാണ്ടാണോ, അതിൻ്റെ മുന്നോട്ടാണോ? കുറച്ചുകൂടെ പുറയിലായിരുന്നു, അപ്പുറമായിരുന്നു. ഒരാൾ കമ്പനിക്ക് കൂടെ ഉണ്ടല്ലോ. ഒരു വണ്ടിക്കാരനും കൂടെ ഉണ്ട് കൂടെ. പഴയ ടാക്സ് അടച്ചൊരു സ്റ്റിക്കർ അവർ തന്നിട്ടുണ്ട്, വണ്ടി നമ്പരൊക്കെ എഴുതി അല്ലേ. എത്ര രൂപ അവിടെ? ഡ്രൈവറുടെ പേരും 500 രൂപ. ഇവിടുത്തെ 500 രൂപ. 500 നേപ്പാളി. ഗ്ലാസ് ഒട്ടിക്കാൻ പറഞ്ഞോ? ഒട്ടിച്ചു. അവിടെ തുറച്ചിട്ട് ഒട്ടിച്ചു. താത്തൊട്ടിച്ചാൽ മതി. ഇതേ ഫോറിൻ വെഹിക്കിൾ ടെമ്പററി പെർമിറ്റ് ആൻഡ് സെക്യൂരിറ്റി ചെക്ക് കൺഫർമേഷൻ കാർഡാണ്. ഇവിടെ വർഷം 2082 കേട്ടോ. ഇതൊന്നും അറിഞ്ഞില്ല. 82 തീർന്ന് 83 ആയി. നമ്മൾ എത്ര വർഷം പുറയിലാ ജീവിക്കുന്നത്.
പക്ഷേ 2083 ഇവിടെ ഇപ്പം. ഇതേ വീഡിയോ നല്ലപോലെ ഇരുന്ന് കാണണം. ഞങ്ങൾ ആ കാഠ്മണ്ഡു പോയ വീഡിയോക്കകത്ത് അതിൻ്റെയൊക്കെ പറഞ്ഞു. ആ അതാ എന്റെ കൂടെ ഒരാൾ വന്നില്ല. അപ്പൊ ഞാൻ ഓർത്തെ ഇവിടുത്തെ ആരേലും ആയിരിക്കും, എന്നെ സ്ഥലം കാണിക്കാൻ പറഞ്ഞിട്ട് ആയിരിക്കുമെന്നാ ഞാൻ ഓർത്തെ. പക്ഷെ ആള് സിലിഗുരിന്ന് വന്ന ഈ പറഞ്ഞ പോലെ തന്നെ പോകാനായിട്ട് വന്നായിരുന്നു. അപ്പൊ ആളുടെ ആദ്യം അവിടെ എൻട്രി ചെയ്തു. എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. കന്യമാന്ന് പറഞ്ഞു. കന്യം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ പുള്ളി പറഞ്ഞു നല്ല സ്ഥലമാണ്, ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നതാണ്, ഞങ്ങളുടെ പുറകെ പോരാൻ പറഞ്ഞു. അപ്പൊ നമ്മളിത് അവിടെ എൻട്രി ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത് സ്ഥലം പറയണം. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാനും പറഞ്ഞു കന്യമാന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ കന്യത്തിനെ പോകാൻ പറ്റുള്ളൂ? അതൊന്നുമില്ല, എങ്ങോട്ട് വേണേലും പോകാം. കന്യം അവരവിടെ എൻട്രി ചെയ്യാനായിട്ട് ചോദിച്ചെന്നുള്ളൂ. അവിടെ ഇത് മഹേന്ദ്ര ഹൈവേ ആണ്, NH1. നമ്മൾ കാഠ്മണ്ഡുവിന് പോയതും മഹേന്ദ്ര ഹൈവേ കൂടെ കുറേ ദൂരം പോയത്. നേപ്പാളിൽ പൊതുവെ വഴി ഇച്ചിരി ശോകമാണ്. നേപ്പാൾ വണ്ടികൾ കഴിഞ്ഞ മാസം ഇഷ്ടം പോലെ കണ്ടതല്ലേ ഇതേപോലെ? അതെ അതെ. പക്ഷെ നമ്മളെ ആ സൊനോലി ബോർഡർ വഴി കയറുമ്പോൾ ആ വഴിയൊക്കെ കുറെ ദൂരം നല്ല വഴി. ആ വഴി കുറെ നല്ല. ഇവിടെ തേയിലത്തോട്ടം ഉണ്ടോ? അടിപൊളി തേയിലത്തോട്ടം. സഗർമാത യഥായത് പുതിയ റോഡൊക്കെ ആ സൈഡ് പണിയുന്നുണ്ട്, 4 ലൈനായിട്ട് പണിയുന്നുണ്ട്. പക്ഷെ നടക്കുന്നേ ഉള്ളു പണികളൊക്കെ. ഇതെല്ലാം ലോങ് സർവീസ് ബസ്സുകളാണ്. കാഠ്മണ്ഡു പോകുന്ന ബസ്സുകളൊക്കെ ഇതല്ലേ കാഠ്മണ്ഡു പോകുന്ന വണ്ടിയാ. 450 കിലോമീറ്റർ നൈറ്റ് സർവീസ് ആയിരിക്കും, വൈകിട്ട് പോകുന്നതായിരിക്കും. ഒത്തിരി വണ്ടികളുണ്ടല്ലോ ഇവിടുന്നേ. പൊക്രായൊക്കെ പോകുന്ന ബസ്സുകളും ഉണ്ട്. പൊക്രായും കാഠ്മണ്ഡുവും അങ്ങനെ ലോങ് സർവീസ് ബസ്സുകളാണ് മൊത്തം. പഴയ വീടുകളാണ്, പഴയ മോഡൽ, 2 നില വീടാണ്. തടിയും ടിൻഷീറ്റുമാണ്. ഈ സൈഡെല്ലാം നെൽപ്പാടങ്ങളാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നല്ല വഴിയാണ്, 4 ലൈനാണ്. പുതിയ പ്രധാനമന്ത്രിയിലാണ് നേപ്പാളിന്റെ എല്ലാ പ്രതീക്ഷയും. അതെ. രാമക്കുട്ടി ഇപ്പൊ നമ്മളെവിടെ? നേപ്പാളിൽ കയറി നമ്മള്. കുഞ്ഞിക്കിളി രണ്ടാമത്തെ ഇന്റർനാഷണൽ യാത്ര ചെയ്ത് ഈ ട്രിപ്പിലെ. ഇപ്പം ഭൂട്ടാനും കയറി, ഇപ്പൊ നേപ്പാളിലും കയറി. ഇന്ത്യൻ വണ്ടികളെല്ലാം നേപ്പാളിൽ കൊണ്ട് ലോഡ് ഇറക്കി വെച്ച് തിരിച്ച് കാലി പോരുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ലോഡ് കിട്ടാൻ സാധ്യത കുറവാണ്. ചൈനീസ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നേപ്പാളിൽ. കാഠ്മണ്ഡു കാക്കഡ്മിട്ട. അതെ, 100 മീറ്റർ നല്ല വഴിയുണ്ട്, 500 മീറ്റർ പിന്നെ മോശം വഴിയായിരിക്കും. നിന്ദാഖോല ബ്രിഡ്ജ്. അതിലൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല, മഴ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങോട്ട് നല്ല ചൂടാ. ഇന്ത്യയിലെ മഴ ഇങ്ങോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. നേപ്പാളിലെ മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഉണ്ടൊരു മൂന്നാർ. ഇതൊരു പച്ചക്കറി മാർക്കറ്റാണ്. ഇതാ ചെറിയ ഒരു മാർക്കറ്റ്. ഇവിടെ പ്ലൈവുഡ് കമ്പനി ഉണ്ട്, അതുകൊണ്ടോ വിനീർ ഉണങ്ങാനിട്ടേക്കുന്ന, തടി പൊളിച്ച് ഉണങ്ങാനിട്ടേക്കുന്ന തുളസിത്തറകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്, നല്ല കളർഫുൾ എല്ലാം. നേപ്പാൾ ഓയിൽ നിഗം. ഇതെല്ലാം പ്രൈവറ്റ് വണ്ടികളാണ്. ഇതെല്ലാം നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ്റെ അണ്ടറിൽ ഓടുന്ന വണ്ടികളാണ് ഈ ടാങ്കറുകളെല്ലാം. ഇതൊരു പെട്രോൾ പമ്പാണ് ഇവിടുത്തെ. ഇവിടെ പിന്നെ പെട്രോൾ പമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. NH1 നേപ്പാളിലെ ഏറ്റവും വലിയ ഹൈവേ ആണ്, 1000 കിലോമീറ്റർ ഉള്ള മഹേന്ദ്ര ഹൈവേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാം. ഇവിടെ നമ്മൾ കന്യം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. നല്ല തേയിലത്തോട്ടമൊക്കെ ഉള്ള ഒരു ഹിൽ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററും കൂടെ ഉണ്ട്. മൊത്തം ഒരു 50 കിലോമീറ്റർ നേരം ഓടണം നമ്മൾ നേപ്പാളിനകത്ത് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ്. ഇലാം NH2 ആണോ? NH2 ആണ് ഈ ഹൈവേ. ഈ ഇലാമും കന്യവും രണ്ടും ഹിൽ സ്റ്റേഷനാ. അവിടെ കൂടുതലും തേയിലത്തോട്ടമുള്ള. ഇനി നമ്മൾ മേച്ചി ഹൈവേ കൂടെ പോകുന്നത്. മീനച്ചിലാണ് നമ്മുടെ അവിടെ ആണല്ലോ അല്ലേ? മീനച്ചിൽ ഹൈവേ കൂടെ ആണോ? മീനച്ചിലല്ല, മേച്ചി ഹൈവേ. മേച്ചി അത് തന്നെ. മൗണ്ട് പോയിന്റ് ഇംഗ്ലീഷ് ബോർഡിംഗ് സ്കൂൾ, മേച്ചി നഗർ. ഈ നാഷണൽ ഹൈവേ 1 മഹേന്ദ്ര ഹൈവേ, അതിപ്പോ നമ്മള് കയറി ഇന്ത്യ നേപ്പാൾ ബോർഡറിലെ കാക്കാവിട്ട എന്ന് പറഞ്ഞ സ്ഥലയില്ലേ, അവിടുന്ന് സുദർ പശ്ചിം എന്ന് പറഞ്ഞ പ്രവിശ്യ ഉണ്ട് നേപ്പാളിലെ. അവിടെ വരെയുള്ള ഹൈവേ ഇങ്ങനെ കിടക്കും. നമ്മള് കാഠ്മണ്ഡു പോയപ്പോ ഈ ഹൈവേ കൂടെ കുറെ ഓടിയായിരുന്നു. കുറെ ഓട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈവേ 1000 കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയല്ല, ഇതിന്റെ നമ്മള് രാവിലെ പറഞ്ഞില്ലേ ഏഷ്യ ഹൈവേ നമ്പർ 2. ഏഷ്യ ഹൈവേ നമ്പർ 2 കുറച്ച് ഈ സ്ഥലത്ത് കയറി കിടപ്പുണ്ട്. ഈ ഹൈവേ കൂടെ തന്നെയാ പോകുന്നത്. ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വഴിയെല്ലാം മഹേന്ദ്ര ഹൈവേ എന്നൊക്കെ പറഞ്ഞ NH1 ഒക്കെ ആണെങ്കിലും കുറെ എല്ലാം പണി നടക്കുന്നുള്ളൂ. വഴി മോശമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും വണ്ടി ഓടിയെത്തുകയല്ല. ഇല്ല. മഹേന്ദ്ര ഹൈവേയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ കാഠ്മണ്ഡു ട്രിപ്പിൽ കണ്ടത്. അതെ, കഴിഞ്ഞ മാസം. ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളിലേക്ക് ട്രിപ്പ് വെക്കുന്ന വണ്ടികളാണ്. വേറെ പഞ്ചറായോ?
എന്താ പറ്റിയില്ല വണ്ടിക്ക്. വണ്ടിയുടെ മുകളിലത്തെ ലോഡ് കണ്ടോ, പച്ചക്കറിയും ഒക്കെ ആയിട്ട്. ഈ വഴി പിന്നെ നല്ലതാണെന്ന് തോന്നുന്നു, വീതി കുറവാണെങ്കിലും നല്ല വഴിയാണ്. ഫിക്കൽ 34 കിലോമീറ്റർ. പഴയ ഒരു വീടാന്ന് തോന്നുന്നു അല്ലേ? അവിടെ താമസമുള്ള തടിയാ, ഭിത്തിക്ക് പകരം തടിയല്ല. ഇവിടെ എല്ലാം ചോളം വിളവെടുക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. എല്ലാ വീടിനും മുറ്റത്ത് ചോളമുണ്ട്. ഇതൊരു സ്കൂളാണ്. എല്ലാ വീടുകളും 2 നില വീടുകളാണ് കൂടുതലും. പഴയ വീടുകൾ പോലും 2 നിലയാണ്. സൈക്കിൾ റിക്ഷയിൽ വിറക് കൊണ്ടുവന്നു. ഈ ഭാഗങ്ങളെല്ലാം നിരപ്പായതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ആയിട്ട് വലിയ ബംഗാൾ പോലെയൊക്കെ തന്നെ അല്ലേ, അല്ലാതെ വലിയ വ്യത്യാസം ഇവിടെ കാണാനൊന്നുമില്ല. ഇത് പഴയ ഒരു പാലമായിരുന്നു. ഇത് ബലക്ഷയം വന്നത് അവിടെ താന്നുപോയി. ഇത് ഇവിടെ ഇറച്ചിക്കടയുണ്ട്. പോത്ത്, പന്നി. ചിക്കനുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള പോത്തും പന്നിയും അതല്ലേ, നല്ല ഫ്രഷ് പോത്തും പന്നിയുണ്ട്. ഇവിടെ എല്ലാ ഇറച്ചിക്കട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പോത്തിന് ഇവിടുത്തെ 600 രൂപ, നമ്മുടെ അവിടുത്തെ ഒരു 380 രൂപ. പന്നിക്ക് ഇവിടുത്തെ 400 രൂപ. നമ്മുടെ അവിടെ എത്ര? 400 അല്ലെന്ന് തോന്നുന്നു, അതിലും കൂടുതലാന്ന് തോന്നുന്നു. ഇവിടുത്തെ നമ്മള് മല കയറാൻ തുടങ്ങുക. ഇപ്പൊ കണ്ടോ, അവിടെ നിന്ന് വന്ന അന്തരീക്ഷം എല്ലാം മാറി, വേറൊരു ഭൂപ്രകൃതി ആയില്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു 30-40 കിലോമീറ്റർ മല കയറി വേണം മുകളിലെത്താൻ. അവിടെ നല്ല തണുപ്പാണെന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയേ, എന്നാ അടിപൊളി തേയിലത്തോട്ടം വന്ന്. അത്രേ ഉള്ളൂ. ഇല്ല അവിടെ ഇവിടെ ഇത് വേറൊരു അറ്റമല്ലേ നേപ്പാളിന്റെ. ഇവിടെ ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പിക്നിക് സ്പോട്ടാന്ന് തോന്നുന്നു. തേയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട്, ടൂറിസ്റ്റുകളും ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ബംഗാൾ വണ്ടിയും ഉണ്ട് അവിടെ. എല്ലാവർക്കും ഉച്ചക്ക് ഒരു നേപ്പാളി താലി മേടിച്ചായിരുന്നു. അതിന് പറ്റിയ കടയൊന്നും കണ്ടില്ല. ഇല്ല, അവരതേ മാറ്റൊക്കെ ഉണ്ടാവുന്നേ, അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയില്ല. പിക്നിക് 1 ഡേ ടൂറാ. കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവരും, ഇങ്ങനെ മാറ്റൊക്കെ വിരിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും. ഇവിടെ കമുകും ഉണ്ട് ഇഷ്ടംപോലെ തേയിലക്കകത്ത്. ഹപ്പൻ ചൗക്ക് ഇതുണ്ടോ, ലിച്ച് നിൽക്കുന്നുണ്ടോ, കുറച്ച് പറിച്ചുകൊണ്ട് വന്നല്ലോ. ഇവിടെ നല്ലൊരു നാട്ടുംപുറം പോലെ അല്ലേ? നാട്ടുംപുറമാണ് പോലെയല്ല. മഹാലക്ഷ്മി ബാഗ്മതി പ്രദേശിലെ വണ്ടിയാണ് ബസ്. നമ്മളിപ്പം നേപ്പാളിലെ കോശി പ്രവിശ്യയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ലോറിയല്ല നല്ല കളർഫുള്ളാ, ക്യാബിൻ നല്ല കളർ ചെയ്ത്. ഇവിടെ നല്ല അടിപൊളി ഒരു തൂക്കുപാലം ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത്രയും വലിയ തൂക്കുപാലം അച്ഛമ്മ കണ്ടിട്ട് കാണാൻ വഴിയില്ല. കോരിത്തോട്ടിലെ ഒരു പാലം ഉണ്ടായിരുന്നു. അതെ, അതുണ്ടായിരുന്നു. അഴുതാ നദിക്ക് കുറുകയുള്ള. പക്ഷെ ഇത് അതിലും വലുതാ. ഞാൻ അങ്ങ് അകലേന്ന് കണ്ടതാ. ഇത് കണ്ടോ, ഇതെല്ലാം തുമ്പയാ നിൽക്കുന്നത്. ഇതിൽ പൂവുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ പാടത്തൊക്കെ ചെല്ലണം ഇതുപോലെ തുമ്പയൊക്കെ കാണണേ. ഇതെന്താ, ഈ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്. താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ചെറിയ നദിയാണ്. ഇപ്പം അധികം വെള്ളമൊന്നുമില്ല. ഇതൊരു 1/2 കിലോമീറ്റർ എങ്കിലും നീളം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നടുക്കുവശം കണ്ടോ, ചാഞ്ഞി കിടക്കുന്നു. അയ്യോ, എന്നാ ഇറങ്ങി നടന്നേ. ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന. ഇങ്ങനെ വരുമ്പോഴേ ഇത്രയും വലിയ പാലമല്ലേ തൂക്കുപാലം, അത് കാണാൻ വന്ന ആൾക്കാരല്ലേ. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പാലത്തേക്ക് വരാം, തൂക്കുപാലത്തിലും കുറച്ചു ദൂരം അങ്ങ് പോയിട്ട് വരാം. കുറച്ചങ്ങ് പോവാം. കുഞ്ഞിക്കിളി നോക്കി ഇവിടെ നിന്ന് കണ്ടാൽ പോരെന്ന്. കുഞ്ഞിക്കിളി ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. പേടിയൊന്നുമില്ല. ഇത് കുറച്ചല്ലേ ഉള്ളു, നമ്മൾ റോഡിൽ നിന്ന് ഒരു ശകലല്ലേ. അത്രേ ഉള്ളൂ. അറിയില്ല. ഇവിടെ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. ഇതേ വലിയ പഴക്കമില്ല, പുതിയ പാലമാണ്. നമ്മൾ ഇവിടെ പോയില്ലേ, കാഠ്മണ്ഡുവിൽ പോയി അമ്പലത്തിൽ പോയില്ലേ, ആ പാലം പോലെ തന്നെ അല്ലേ? പക്ഷെ അത് ഇത്രയും അതിൽ ഇച്ചിരി നീളമുണ്ട് ഇതിന്. ഇതേതാ വലിയ നദി? അതും ഒരു പാലം അങ്ങ് അകലെ കാണുന്നുണ്ടോ? അതിന് ഇത്രയും പൊക്കമില്ല. പക്ഷേ അത് പക്ഷേ ഇച്ചിരി വണ്ടി പോയിരിക്കും. ആ പാലത്തെ കൂടോ? ഇല്ല. ആ മലയുടെ മുകളിലും കണ്ടാ നമുക്ക് കയറി ചെല്ലേണ്ടത്. എന്ത് മലകളാന്ന് നോക്കി. നല്ല കാറ്റ് നടുക്കോട്ട് വന്നപ്പം. നദിയുടെ തീരത്തെ മൊത്തം കൃഷികളും ഉണ്ട്, താഴേക്ക് നിൽക്കുന്നുണ്ട്. നദിയുടെ തീരത്തുണ്ട് അവിടെ വീടും കൃഷികളൊക്കെ.
അവിടെ പോയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു കയറ്റം വന്നു. ആ നടുക്കി എന്നിട്ട് അങ്ങോട്ട് നോക്കണം, ഒരു കയറ്റം അങ്ങോട്ടും. നമ്മളെ അങ്ങോട്ടും കയറ്റോ അത് തന്നെയല്ല, സെൻറ്റർ വരെ പോയാൽ ഇതിലും കുലുക്കോ. കുലുക്കുവാ. ഞാനോർത്തെ ഇടയ്ക്കെൻ്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു, കൂടെ കാണുമെന്ന്. നല്ല ചൂടാ, നല്ല ചൂടാ, വേർത്തു. ഇല്ല കയറിക്കോ. മൊട്ടി ദണ്ട നമ്മുടെ അവിടെ സൺഡേ ഹോളിഡേ പോലെ ഇവിടെ സാറ്റർഡേ ഹോളിഡേ. ഇവിടെ ശനിയാഴ്ചയാണ് പൊതു അവധി ദിവസം. ഫിക്കൽ 24 കിലോമീറ്റർ. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ നല്ല കളർഫുള്ളാണ്, എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള കളറാണ് അടിക്കുന്നത് എല്ലാം. എവിടെയൊക്കെ പാരിജാതമൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നു, ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ കമുകും വാഴയും തെങ്ങില്ല, പ്ലാവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അടയ്ക്കാൻ നയിക്കേ പഴുത്ത് നിൽക്കുക. നല്ല കയറ്റം കേട്ടോ. സുന്മൈ വ്യത്യസ്തമായ സ്ഥലപ്പേരുകളുമാണ്. ഈ ഇറങ്ങി വരുന്ന വണ്ടികൾ മൊത്തം ടൂറിസ്റ്റുകളാണ്. ഇന്ന് ഇവിടെ അവധി ദിവസം, അതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ കുറേ വഴിയുടെയൊക്കെ പണി നടക്കുക. നല്ല ഹൈറ്റിലേക്ക് നമ്മൾ കയറി പോകുന്നത്. ഇപ്പൊ തന്നെ നല്ലൊരു ഹൈറ്റിലെത്തി നമ്മള്. ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനെ ചൂടൊക്കെ പോയി. നോക്കി ആ മലനിരകളുടെ ഒക്കെ മുകളിൽ വരെ വീടുകളുണ്ട്. വഴി അങ്ങോട്ട് മോശമാണല്ലോ. പിന്നെ ഇവിടെയൊക്കെ മഴ പെയ്യുന്നത് നല്ല മഴയായിരിക്കും പെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ റോഡ് പണിതാലും പോകുമല്ലോ. ഓടയൊക്കെ മൂടി, മണ്ണിടിഞ്ഞു വീണ് ഓടയൊക്കെ അടഞ്ഞു പോയി. ഇവിടെ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഈ നേപ്പാളിൽ നമ്മളിപ്പോൾ അവിടെ വന്നിട്ട് ഒരു 10 കിലോമീറ്റർ പോലും കയറി വന്നില്ല. ക്ലൈമറ്റും ഭൂപ്രകൃതിയൊക്കെ എന്തേരം മാറിയല്ലേ. ഇവിടുന്ന് ലോറിയൊക്കെ ലോഡും കൊണ്ട് വരുന്നുണ്ടല്ലോ. ചെറിയ വണ്ടിയാ, 6 വീൽ വണ്ടിയാ. ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് ഇതുണ്ടോ ഓടയൊക്കെ ഉണ്ട്, നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് ഓടയിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഓടയിലോട്ട് നോക്കിയോ, ഒന്നുമില്ല, വൃത്തികേടായിട്ടൊന്നുമില്ല, ഒന്നുമില്ല, ഒരെല്ല പോലും ഇല്ല. ക്ലീൻ ആ ഓട. വഴിയിലാണേലും കണ്ടോ അങ്ങനെ വലിയ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നുമില്ല. ഉണ്ടോ നമ്മൾ എന്തേരം ഹൈറ്റിൽ കയറി വന്നെന്ന് നോക്കി, അങ്ങ് താഴെ മലകളൊക്കെ. ആ മണൽ വണ്ടി ടയർ പഞ്ചറായി. ഓക്കെ, മേളിൽ ചെന്നിട്ട് വല്ലതും കഴിക്കാം. ആ നേപ്പാൾ പോലീസിന്റെ വണ്ടിയാ. വൈറ്റിൽ റെഡ് ഗവൺമെന്റ് വണ്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ പോലീസ് വണ്ടികൾക്ക് ആയിരിക്കും. ഏലമാണ് ഇത്, ഇതെന്താ മലയിഞ്ചി ആയിരിക്കും. ഏലം തോന്നുന്നു കേട്ടോ, ഏലവാ. ആണോ? ആ ഏലം പോലെ നിൽക്കുന്നത്. അല്ലല്ല മലയിഞ്ചിയാ. ഇത് ഏലമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാന്ന് നോക്കിയാലോ, നോക്കാം. ഏലമാണെന്ന് എനിക്ക് തോന്നുന്നു, അതെന്ന് തോന്നുന്നു. ഇത് ഏലോ അല്ല മലയിഞ്ചി ആണെന്ന് തോന്നുന്നില്ല, വേറെന്തോ ആണെന്ന് തോന്നുന്നു. എന്നാന്ന് മനസ്സിലായില്ല. നേപ്പാളി സാധനമാണ്. ആ എന്താണേലും ഒരു 10 കിലോമീറ്റർ കയറി വന്ന് കാണും നമ്മൾ. എന്തേരം മുകളിലെത്തിയെന്ന് നോക്കിയേ, മലനിരകളെല്ലാം അങ്ങ് താഴെ. ഈ ട്രാക്ടർ കണ്ടോ, ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് പടുതാക്കിയിട്ട്. ഇവിടെ മലയിടിയുന്ന കണ്ടോ, മലയിടിഞ്ഞ് വീണാക്കുന്ന അവിടുത്തെ അതെല്ലാം കോരി മാറ്റിയതാ. അവിടെ ഇപ്പോഴും കല്ലൊക്കെ കിടപ്പുണ്ട്. മഴക്കാലത്ത് എങ്ങനെ ഇതിലേ വരൂല്ലേ? ആ മഴക്കാലത്ത് ഇച്ചിരി റിസ്കാ. ഈ അടുത്ത കാലത്ത് എങ്ങാണ്ട് ഇടിഞ്ഞു വീണതാ, അതെല്ലാം കോരി മാറ്റി. മോളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നു. ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയതാ. കറക്റ്റ് ഒരു വണ്ടി വരാനുള്ളൊരു ദൂരമുള്ളൂ. ഇതുണ്ടോ, താഴേക്ക് മൊത്തം ഇടിഞ്ഞു പോയത്, കെട്ടി കയറുന്നുണ്ട്. നമ്മൾ വന്ന വഴിയാ താഴേക്ക് കാണുന്നതൊക്കെ, താഴേന്ന് കാണുന്നത് കേട്ടോ. ഇന്ത്യൻ വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. ഈ ബോർഡറിലുള്ളവരൊക്കെ ഇങ്ങോട്ട് ചുമ്മാ ടൂർ വരുന്നുണ്ട്. താഴെ ചൂടല്ലേ, ഇങ്ങോട്ട് നല്ല തണുപ്പല്ലേ. അതല്ലേ, സിലിഗുരിയിലുള്ളവർ ഇങ്ങോട്ട് വരുന്നതിലും സിക്കിമിന് പോകുന്നതല്ലേ നല്ലത്. ഇത് നേപ്പാൾ വേറൊരു രാജ്യമായോണ്ട് അങ്ങനെ വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങോട്ട്. ഇങ്ങോട്ട് നോക്കി കോടമഞ്ഞ് കയറി വരുന്നുണ്ടോ. ഇറക്കം ഇറങ്ങി വരുന്ന വണ്ടിക്കാരെല്ലാം കയറ്റം കയറുന്ന വണ്ടിക്ക് നിർത്തിത്തരും. അങ്ങനെയാണ് വേണ്ടതും. ഇലം 53 കിലോമീറ്റർ ഉണ്ട്. ഇലാം ഇവിടെ ഇനി 53 കിലോമീറ്റർ ഇതുപോലെ മല കയറി പോണം. ഇലാം അതെ അതെ. താഴേക്ക് നോക്കിയേ, മഞ്ഞൊക്കെ ഇപ്പൊ താഴെ ആയല്ലോ. നമ്മള് മോളിൽ കയറി വന്നു. താഴെ നമ്മൾ നോക്കി മഞ്ഞൊക്കെ മേളിലായിരുന്നു. അതെ, താഴേന്ന് കയറി ഇങ്ങോട്ട് കോട
നിറയാണ്. ആ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയേ, ലെഫ്റ്റിലോട്ട് നോക്കണ്ടോ, ആകാശം പോലെ നോക്കിയേ മഞ്ഞ്. അവിടെ ഈ മഞ്ഞെല്ലാം താഴെ നിന്നാണല്ലോ കയറി വരുന്നത്. താഴെയാണെങ്കിൽ നമുക്ക് നല്ല ചൂട് വരും. അന്നേരം നോക്കിയപ്പോൾ മുകളിൽ മഞ്ഞ് കണ്ടു. താഴെ ഇട്ട് മഞ്ഞ് കാണാനും ഇല്ല. ആ, അധികം താമസിയാതെ ഇവിടെ എല്ലാം മഞ്ഞ് മൂടും. ഇതെല്ലാം ഇവിടുത്തെ പച്ചക്കറികളാ. ചക്കയുണ്ട് കേട്ടോ ഇവിടെ. ഇതേ മത്തേല ഉണ്ടായിരുന്നു, വൈകിട്ട് തോരൻ വെക്കായിരുന്നു. നമ്മുടെ അവിടുത്തെ പോലെ സംസ്ഥാനമായിട്ടല്ല, നേപ്പാളിനെ 7 പ്രവിശ്യയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോശി പ്രവിശ്യയിലാണ്. അപ്പം കോശി പ്രവിശ്യ, മാദേശ് പ്രവിശ്യ, ബാഗ്മതി, കണ്ടകി, കർണാലി, സുദർശ് പശ്ചിം, പിന്നെ ലുംബിനി, അങ്ങനെ 7 പശ്ചിം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതൊക്കെ പ്രവിശ്യയിൽ പോയായിരുന്നു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ നമ്മള് ലുംബിനി പോയി, ബാഗ്മതി പോയി, പിന്നെ ഗണ്ഡകി കയറിയില്ല, ബാഗ്മതി ആയിരുന്നു, ഗണ്ഡകിയും കയറിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും കോശി കഴിഞ്ഞവണ കയറിയിട്ടില്ല. മുമ്പേ കയറി വന്ന മഞ്ഞൊക്കെ അങ്ങ് താഴെയായി. അതുകൊണ്ടോ നമ്മളിപ്പോ ഒരുപാട് മുകളിലെത്തി. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ഇത് കേട്ടോ. അവിടുന്ന് പോകുന്നപ്പോൾ ഇത്രയും ഹൈറ്റിലാന്ന് പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയുണ്ടെന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ നമ്മൾ ഏകദേശം ഈ മലയുടെ മുകളിൽ എത്താറായി. കുറച്ചുകൂടെ ഉണ്ട്. ഇതെല്ലാം റിസോർട്ടുകളാണെന്ന് തോന്നുന്നു കേട്ടോ, ഹോം സ്റ്റേകളും ഒക്കെയാ. ഇങ്ങോട്ടൊന്ന് ബസ്സുകൾ വളരെ കുറവാ, എല്ലാം ഇതുപോലെ ട്രിപ്പ് വെക്കുന്ന വണ്ടികളാ. അവിടെ പിള്ളേരൊക്കെ ക്യാരംസ് കളിക്കും. കുതിര. അതെ, അത് ഈ മലമുകളിലേക്കൊക്കെ ചുമട് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കുതിരപ്പുറത്ത്. അപ്പോൾ അതെ, നമ്മള് മലയെല്ലാം കയറി ഏകദേശം മുകളിലെത്തി. ഈ സ്ഥലപ്പേര് കുട്ടിദണ്ഡാന്ന് തോന്നുന്നു, അവിടെ ബോർഡുണ്ടായിരുന്നു. അതല്ലേ, കുട്ടി ദണ്ഡ ഇലാം. ഇതേ ചൊറിയണത്തിന്റെ ഇല കേട്ടോ ഇത്. അത് കറി വെക്കുമായിരിക്കും. ആ, നമ്മുടെ അവിടെയും കറി വെക്കാറുണ്ടത്. നല്ലതേ, ഇവിടുത്തെ നാടൻ ബീൻസ്, മല്ലിയില, ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. എല്ലാം നല്ല കളർഫുൾ ആണല്ലോ. ഇവിടെ ഒരു മേളിലൊരു ക്ഷേത്രമുണ്ട്, അപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങളും ഉണ്ട്, ഇതല്ലേ പൂജാ സാധനങ്ങളും ഉണ്ട്. എല്ലാം നല്ല കളറല്ലേ. ഇതെന്ത് സാധനമാണെന്ന് ചോദിച്ചേട്ടെ. ഏക്കായേ ചുർപ്പി ചുർപ്പി അതെ, പാലിനകത്തുനിന്ന് ഉണ്ടാക്കുന്നതാന്നാ പറഞ്ഞത്. കഴിക്കുന്നതാന്നാ പറഞ്ഞത്. ആ, കഴിക്കുന്നതാന്നാ പറഞ്ഞത്. എനിക്ക് എന്നാന്ന് മനസ്സിലായില്ല ശരിക്കും. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ആ സാധനമല്ലേ പാലിനകത്തുനിന്ന് ഉണ്ടാക്കുന്നൊന്നുമില്ല, അതിന്റെ സാധനം തന്നെ ഇതും. അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ആ, കഴിച്ചു നോക്കാൻ. ഇതാണോ ഇതിന്? അത് മേടിച്ചോ, കഴിച്ചു നോക്കിയേ. ഇത് പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. ആ, ഇത് ഡ്രൈ ഫ്രൂട്ട്സ് അതല്ല. സാമ്പിൾ ഒരെണ്ണം എടുത്ത് നോക്കിയിട്ട് ഇത് കടിച്ചാൽ പൊടില്ല. മറ്റേ സുപാരി പോലാന്ന്, പാക്കില്ലേ, പാക്ക് പോലെ. ആ, അങ്ങനാന്ന്. അത് കുറെ നേരം വായിലിട്ടിട്ട് ചവയ്ക്കണമെന്ന്. നെയ്യുടെ ടേസ്റ്റാ. ആ, അത് വേണ്ട. അതെ, നമുക്ക് കുറച്ച് മല്ലിയില, ഇച്ചിരി ബീൻസും ഒക്കെ മേടിക്കാം. അപ്പോഴേ ഇവിടെ നല്ലതേ മത്തേല ഇരിപ്പുണ്ട്, കുറച്ച് മത്തേലയും കൂടെ നമുക്ക് മേടിക്കാവേ. ഈ ചൊറിയണം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞേക്കാം. ഇവിടുന്ന് ഈ ചെറുവണ്ടിക്ക് ലോറിക്ക് ഇഷ്ടം പോലെ ലോഡുണ്ടെന്ന് തോന്നുന്നു. കുറേ വണ്ടികൾ പോയി, ലോഡ് വണ്ടികളിപ്പോൾ. നമുക്ക് അതെ അതിലേ പോകുന്നത്, ആ വഴിക്കൂടെ പോകണ്ടേ, ആ മലയെക്കൂടെ. ആ മലയുടെ സൈഡിൽ കൂടെ വണ്ടി എൻ്റെ വരുന്നുണ്ടോ. അതെ, അതിലെ ചെറിയൊരു പൊട്ട് പോലെ വണ്ടികളൊക്കെ കാണത്തുള്ളൂ. ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ആയതുണ്ടോ. ഇതിപ്പോൾ പുതിയത് പണിതാന്ന് തോന്നുന്നു. താഴെ ഉണ്ടായിരുന്നു നമ്മൾ വന്ന വഴിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയൊക്കെ വീതിയുണ്ട്. മുകളിലെത്തിയപ്പോ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ മലയുടെ ചെരുവിൽ കൂടെ അങ്ങ് പോയാൽ മതി, സൈഡിൽ കൂടി ഉണ്ടോ. ചെറിയൊരു ഹോട്ടലാണ്, കാണാൻ നല്ല രസമല്ലേ. തടിയാ സൈഡ് ഭിത്തിയൊക്കെ. പോലീസ് ചെക്കിങ്ങാ, പോലീസ്. ആ വണ്ടിയുടെ പേരുണ്ടോ, റോക്കറ്റ് ഗതാഗത്. നമ്മൾ അവിടുന്ന് നോക്കിയില്ലേ, ആ നോക്കിയപ്പം ഇവിടെ അവിടെ കണ്ട ആ സ്ഥലത്തെത്തി. ഇതേ മൊത്തം പച്ചക്കറി കടകളാ, എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളാ. ഇവിടുത്തെ തന്നെ ലോക്കൽ പച്ചക്കറികളാ. ബീൻസ് ഇലകളും ഒക്കെ കൂടുതലും കേട്ടോ. ഈ വണ്ടിയുടെ മുകളിൽ കണ്ടോ ആട്, 2 എണ്ണം. 3 ഉണ്ട്. അതുകൊണ്ടാ മഞ്ഞ് താഴേന്ന് പൊങ്ങി വന്നിട്ട് അവിടെ വരെ ആയതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ മുകളിലെത്തി. ഇവിടെ ടെമ്പറേച്ചർ 19 ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലും താഴും. ഇത് ഹർക്കട്ട എന്ന് പറയുന്ന സ്ഥലമാണ്, ഹർക്കട്ടൈ. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളും റെസ്റ്റോറൻറ്റും ലോഡ്ജും ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന കന്യമലേക്ക് ഇനി 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇതേ വീണ്ടും മഞ്ഞ് വന്നു.
ആ ഇവിടെ എല്ലാം മഞ്ഞ നല്ലപോലെ ഇറങ്ങിയല്ലോ. അപ്പൊ ഇത് ഈ മലയുടെ മുകളിൽ മൊത്തം തേയിലത്തോട്ടങ്ങളാ. നല്ല അടിപൊളി തേയിലത്തോട്ടം. അവിടെ തൊട്ട് പുറയുന്ന തൊട്ട് തേയിലത്തോട്ടം നോക്കുവോ, ഇപ്പഴാ തേയില കണ്ട്. അതാ ഏറ്റവും ടോപ്പിലെത്തി നമ്മള്. ഇവിടുത്തെ തേയിലക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും കേട്ടോ. ഉയരത്തിലല്ലേ, ഉയരം കൂടുന്തോറും തേയിലയുടെ ടേസ്റ്റും ചായയുടെ ടേസ്റ്റും കൂടും. ഇത് മൂന്നാറും വാഗമണ്ണും ഒക്കെ തോറ്റുപോലെ അടിപൊളി തേയിലത്തോട്ടം. അത് നല്ല രസം. നല്ല മഞ്ഞും തണുപ്പും. ഇതേ നേപ്പാളിന്റെ മൂന്നാറാണ്. നേപ്പാളിലെ മൂന്നാർ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ഇത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യം പറഞ്ഞു പോവാന്ന്, അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ കണ്ടോ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ട്. അല്ല അതെ, ഞാനോർത്ത് ഒത്തിരി ദൂരം ഉണ്ടെന്ന് ഓർത്തു. ഇത് അവിടെ 45 കിലോമീറ്റർ ഉള്ളൂ. ഇത് കുറച്ച് ഓടി വരാൻ കുറച്ച് സമയം എടുക്കും, വലിയ വണ്ടി ആയതുകൊണ്ട്. അല്ല അന്നേരം ഒത്തിരി ദൂരെയാണെന്നും കൊണ്ട് ഹിൽ സ്റ്റേഷനിൽ പോകണ്ട, നമുക്ക് അവിടെ കറങ്ങിട്ട് പോകാന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഹിൽ സ്റ്റേഷൻ പറഞ്ഞ ഒരു 200 കിലോമീറ്റർ. അപ്പൊ നമ്മള് സിക്കിം പോക്ക് നടക്കുകയല്ലോ. പിന്നെ അതാ കുഞ്ഞിക്കിളിയാണ് സ്കൂൾ തുറക്കാറായെന്ന് പറഞ്ഞ് നിൽക്കുക. കുഞ്ഞിക്കിളിക്ക് സ്കൂളിൽ പോകാൻ ധൃതിയൊന്നുമില്ല. കുഞ്ഞിക്കിളി സ്കൂളിൽ വിടണമല്ലോ നിർബന്ധമുണ്ടല്ലോ. എന്നാ കളിയാ? മൂന്നാറോ? 3 ഡ്രസ് ജേഴ്സി ഇട്ട് കുഞ്ഞിക്കണ്ണൻ ജേഴ്സി ഇട്ട് കളിക്കാൻ പോകുന്നുണ്ട്. ഈ മരം കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? പൈൻ ട്രീ പോലുണ്ട്. പൈൻമരമാണോ? അല്ല അല്ല, വേറെന്തോ അത്. ഇവിടെ ഇത്രയും ശരിക്കും പറഞ്ഞാ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-15-20 കിലോമീറ്റർ കയറി വന്നു കാണും അല്ലേ? നല്ല കയറ്റം ഒരു 15-20 കിലോമീറ്റർ കയറി വന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ കാലാവസ്ഥ എന്തായാലും മാറിയെന്ന്. അവിടെ നിന്ന് താഴെ നല്ല ചൂട്. അതെ, പിള്ളേർ നോക്കിയാ എത്ര പേരാ നോക്കിയാ സൈക്കിളും കൊണ്ട് വരുന്നത്. അതെ, വീഡിയോ എടുക്കുന്നോണ്ട് സർക്കസ് ഒക്കെ കാണിക്കുന്നു. കന്യം നേപ്പാളിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ കൂടുതലും ടീ പ്ലാന്റേഷൻ ആണുള്ളത്. അതുതന്നെയല്ല, ഇത് ഒരു മെയിൻ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടെയാണ്. നമ്മുടെ മൂന്നാർ പോലെ തന്നെ. അതെ, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 to 6000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈശ്വർ യഥായത് നോൺ സ്റ്റോപ്പ് വണ്ടിയാണ്. കൊക്രാവിട്ട ബിരാത് നഗർ. അവരവിടെ തോട്ടത്തിലേക്ക് കയറി പോകാന്നാന്ന് തോന്നുന്നു. തേയിലത്തോട്ടം. അതെ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതെ, കന്യം. അതെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തേയിലത്തോട്ടം ഉള്ള, പക്ഷെ മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ കന്യമെത്തി. അപ്പൊ ഇന്ന് നമുക്ക് എന്നാ ഇവിടെ സ്റ്റേ ചെയ്തേക്കാം അല്ലേ? എല്ലാരും ഇവിടെ വ്യൂ പോയിന്റ് ചെയ്യുന്നോണ്ട് ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാ. ശരിക്കും നമ്മുടെ മൂന്നാർ എന്ന പോലെ തന്നെ. നോക്കി എന്നാ തേയിലത്തോട്ടങ്ങളാണ്. നോക്കി താഴെ എല്ലാം വീടുകളും ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഉണ്ട്. അവിടെ എല്ലാം മഞ്ഞ് കാരണം അവിടെ ഒന്നും കാണത്തില്ല. മഞ്ഞ് കയറി മൂടി. ട്രിപ്പ് വന്ന് എൻജോയ് ചെയ്യുന്ന ഇങ്ങനെയാ. അത് ഞങ്ങൾ ആ പാലത്തെ കയറിയപ്പോ കണ്ടു ഒരു പുള്ളിക്കാരി ഡാൻസ് കളിക്കുന്നു. അവര് റീൽ എടുക്കുമായിരുന്നു. എല്ലാരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരാ. ആ മുകളിലോട്ടൊക്കെ കയറിപ്പോ കേട്ടോ. അങ്ങോട്ടൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അതെ, ഇവിടെ കുതിര സവാരി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുതിരപ്പുറത്ത് കയറുന്നോ? വേണ്ടേ ജാമി, കുതിരപ്പുറത്ത് കയറണോ? ഓ, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാം ഒരുപാട് കടകളുണ്ട് കേട്ടോ. സൈഡിൽ കൂടെ എല്ലാം കടകളുണ്ട്. ഇവിടെ കുതിരകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതേണ്ട ഒന്ന് നിൽക്കുന്നത്. ഇന്നത്തെ സവാരിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. സന്ധ്യയായില്ലേ? അതെ, ഇങ്ങോട്ട് നോക്കിയാ എത്ര കുതിരയാ വരുന്നതെന്ന് നോക്കിയാ. ചാടി कितना कितना 300 नहीं, एक बच्चा के लिए ये छोटा बच्चा के लिए कितना है? नहीं, एक ही आदमी, ये बच्चा के लिए. അച്ഛൻ്റെ കൂടെ കയറിയിരിക്കുവോ? അത് ആ ചേട്ടൻ കൊണ്ടുപോകും. കയറുവോ? ഇല്ല, കുഞ്ഞിക്കിളി കയറുന്നോ? ദാമക്കുട്ടി ആ ചേട്ടൻ്റെ കൂടെ അവിടെ കയറി ഇരുന്നാ മതി. ആ ചേട്ടൻ നല്ല ചേട്ടനാണല്ലോ, കുഴപ്പമില്ല. നല്ല ചേട്ടൻ്റെ കൂടെ കയറി എല്ലാം നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ. ഇത് നോക്കി എത്ര കുതിരയാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ അതെ, ദാമിക്കുട്ടിക്ക് ഒന്ന് കുതിരപ്പുറത്ത് കയറണം. ദാമക്കുട്ടി ഒരു ആഗ്രഹം കുതിരപ്പുറത്ത് കയറണമെന്ന്. കേരള
ദാമി ഇത് ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് ചാടി ചാടി പോണോന്നാരും പറഞ്ഞായിരുന്നു. ചാടിയാന്നല്ലേ? ആ എന്നാ വാ. എങ്ങനെ ഉണ്ടായിരുന്നു ദാമി? കൊള്ളായിരുന്നു. നമുക്കേ മോളിൽ കൊണ്ടിടാം, ഇവിടെ മൊബൈൽ റേഞ്ചും ഇല്ല. ഇവിടെ ഈ രാത്രിയിൽ ഈ കടകളെല്ലാം അടയ്ക്കുമല്ലോ, പിന്നെ ഇവിടെ എങ്ങും ആരും കാണൂല. അങ്ങനെ ആരും ഇല്ല, അവിടെയൊക്കെ ആരും കാണുകയില്ല, ടൂറിസ്റ്റുകളല്ലേ ഉള്ളൂ. ഇവിടെ വഴി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? മറ്റേ ലൈറ്റ് പോയ പോലെ. അതറിയാൻ പറ്റും. ജനറേറ്റർ ഓൺ ആക്കി വെച്ചായിരുന്ന ജനറേറ്റർ. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നം കാണില്ല കേട്ടോ, ആ ഏരിയ അല്ലല്ലോ ഇത്. ഇവിടുന്ന് ഈ ലോറി എല്ലാം ലോഡ് കയറി പോകുന്നത് എന്നാന്നറിയാം, ഇവിടുന്ന് തടിയാ, പാഴ്ത്തടികള്. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല, മഞ്ഞ് കയറി മൂടി മൊത്തം. നല്ല തണുപ്പ് കേട്ടോ വെളിയില്, വണ്ടിക്കകത്തിരിക്കുന്നോണ്ട് അറിയുന്നില്ല. ഇവിടെ ഏറ്റവും ചൂടുള്ള സമയമാന്നാ പറഞ്ഞത്. ഇതോ? ആ ഏപ്രിൽ മെയ് മാസങ്ങളാണല്ലോ ഏറ്റവും ചൂട്. ഏറ്റവും ചൂടുള്ള സമയമാന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇവിടെ ഒരു 16, 17, 18 ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചർ. ഇപ്പൊ അത്രേ ഉള്ളൂ, 17 ഉള്ളൂ. രാത്രിയില് ഇതിലും താഴും. വേണ്ട തടിയാ, അതേലും തടിയല്ലോടെ. അപ്പം ഞങ്ങളിവിടെ ഒരിടത്ത് കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി. ഇനിയിപ്പോൾ എന്നാ കുഞ്ഞിക്കിളി പരിപാടി? കുക്കിംഗ്. അപ്പോൾ ഇനി ചോറും കറിയൊക്കെ വെച്ച് കഴിച്ച് കിടന്നുറങ്ങണം. നല്ല തണുപ്പുണ്ട്, നല്ല സുഖമായിരിക്കും കിടന്നുറങ്ങുന്ന. AC-യുടെ ആവശ്യമൊന്നുമില്ല. രാമിക്കുട്ടി ഇതേ കൊമള വീർപ്പിച്ച് കളിക്കുന്നു ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ഫാമിലി വ്ലോഗിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.